Pearly യൂട്യൂബ് ചാനൽ. ഇന്നൊരു Q&A ആണ്. നിലു ബേബി ഇങ്ങനെ കറങ്ങി നടക്കാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് ഇന്ന് നമ്മൾ സ്റ്റുഡിയോയിലുണ്ട്. ഇരിക്കുന്ന എനിക്ക് ഒരു വിശ്വാസമില്ല, പക്ഷെ ഐപാഡ് വേണമെന്ന് ഞങ്ങൾ Q&A ചെയ്യാനായിട്ട് ഐപാഡ് എടുത്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ അത് കിട്ടുമെന്ന് അറിയില്ല. തൊട്ട അവൾ അതിൻ്റെ അടുത്ത് വരികയാണ്. പക്ഷെ ഐപാഡിൽ ഒരു കളറിങ് ഗെയിം ഉണ്ട്, ഒരു കളറിങ് ഗെയിം. കളറിങ് ഗെയിം അവൾക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവൾ ഒരു കളറിങ് ഗെയിം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മുഴുവൻ ബ്ലൂ കളർ അടിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് ഗെയിം പാട്ടൊക്കെ ഉണ്ട് അതിന്. സോറി ഗൈസ്. അപ്പം അതെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും കുറച്ച് നേരം. സ്ക്രീൻ ടൈമിന് ഞാൻ എഗെയിൻസ്റ്റ് ആണെങ്കിലും സംടൈംസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ അവർ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും അല്ലേ. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൺസ് അഗൈൻ ദിസ് ഇസ് ശ്രീനീഷ് ആൻഡ് Pearly. സോ ഗൈസ്, നടുക്കിരുന്ന ആള് പോയി, പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളാണ് ഇന്ന് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പോണത്. ബട്ട് ബിഫോർ ദാറ്റ്, ഹൗ ഇസ് ലൈഫ് ശ്രീനി? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ നിലുടെ കൂടെ ജീവിതം അടിപൊളിയാണ് ആക്ച്വലി. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എടുത്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ചേച്ചിക്കാണ് കൂടുതൽ ഉള്ളത്. അപ്പോൾ തുടങ്ങാല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Okay. I know that you believe in manifestation. Which method do you follow the more for manifestation, and explain the process of the method? Manifestation. Yeah. Okay. അതിന് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യണത്? അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. മെത്തേഡ് എന്ന് വെച്ചാൽ പല രീതിയിലും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പം എല്ലാവരും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി കഴിഞ്ഞു. ഐ തിങ്ക് കൂടുതൽ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വിഷ്വലൈസിങ് എന്നുള്ളൊരു മെത്തേഡാണ്. വിഷ്വലൈസിങ് ഇസ് വെൻ നമ്മൾ എന്താണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫോണിൻ്റെ കവർ ലൈക്ക് ഇസ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എൻ്റെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഒരു ഫോൺ സ്ക്രീൻ സേവർ മാറ്റിക്കൊണ്ടിരിക്കും. ആ ഫോണൊക്കെ വരുന്നതിന് മുൻപ് വെൻ ഐ വാസ് ഇൻ സ്കൂൾ, എൻ്റെ ഹോസ്റ്റലിലാണെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ എൻ്റെ വാളായിരുന്നു എൻ്റെ വിഷ്വലൈസേഷൻ ഏരിയ. ലൈക്ക് അവിടെ ഞാൻ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ, എൻ്റെ ആഫർമേഷൻസ് ഒക്കെ ഞാൻ എഴുതി വിത്ത് ഫോട്ടോ ഞാൻ അതവിടെ ഒട്ടിച്ച് വെക്കും. ഇപ്പോഴും കൊണ്ടുവരണം. അത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, ഞാൻ സീക്രട്ടാ, പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. പക്ഷേ യൂഷ്വലി അത് അധികം ആൾക്കാർ കാണാത്തൊരു സ്ഥലമായിരിക്കും. ഇപ്പം എൻ്റെ സ്ക്രീൻ സേവർ എന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഇസ് മൈ പേഴ്സണൽ സ്പേസ്. മാക്സിമം ശ്രീനിയെ കാണത്തുള്ളൂ. അപ്പോൾ ശ്രീനി ഞാനും അത് ശ്രീനിക്കും അഫർമേഷൻസ് ആയിരിക്കും. ബിക്കോസ് എൻ്റെ ഡ്രീമും ശ്രീനിയുടെ ഡ്രീമൊക്കെ നമ്മൾ ഒരുമിച്ചാണല്ലോ. ഇപ്പം വി ഓൾവേസ് ഹാവ് ദ സെയിം സിമിലർ ഡ്രീംസ്. അപ്പം ഐ തിങ്ക് വാട്ട് വി സീ ദ മോസ്റ്റ് ഇസ് വാട്ട് നമ്മുടെ മനസ്സ് പതുക്കെ അത് വിശ്വസിക്കാൻ തുടങ്ങും. ആൻഡ് വിഷ്വലൈസ് ചെയ്താൽ മാത്രം പോരാ, വി ഷുഡ് ഓൾവേസ് ഹാവ് ഒരു വൈബ്രേഷൻ ആണല്ലോ. അപ്പം നമ്മളതിൽ വിശ്വസിച്ച് ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വേണം ഇത് കാണാൻ. ഇത് നടക്കുമോ എന്നുള്ളൊരു ഡൗട്ടിലൂടെ അല്ലാണ്ട് ഇത് നടന്നു കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിംഗിൽ ഇത് കാണണം. മാത്രമല്ല, ഇങ്ങനത്തെ ടോപ്പിക്സ് ഞാൻ കൂടുതൽ എലാബറേറ്റ് ആയിട്ട് ഐ വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ഇൻ ആ പോഡ്കാസ്റ്റ്. അപ്പം പോഡ്കാസ്റ്റിന് ഞാനിങ്ങനെ കുറേ പേരുകൾ ചിന്തിക്കുന്നുണ്ട്. പേർലി ടോക്സ് എന്നുള്ളത് വന്നു. പക്ഷേ യു നോ വാട്ട്, നിങ്ങളാണ് എൻ്റെ ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ ഉള്ള ആൾക്കാർ. സോ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു ഗൈസ്, പോഡ്കാസ്റ്റിന് എന്തായിരിക്കും ഒരു ആപ്റ്റ് നെയിം ഫോർ മൈ പോഡ്കാസ്റ്റ്? നിങ്ങളുടെ ഇൻപുട്സും കൂടി എനിക്ക് അറിയണമെന്നുണ്ട്. ആൻഡ് പോഡ്കാസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ അതിന് വേണ്ടി ഒരു പോഡ്കാസ്റ്റ് മൈക്ക് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. സോ ഇറ്റ്സ് ഓൺ ദ വേ. ആൻഡ് അത് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലി ഇതൊക്കെ നമുക്ക് കുറേ സമയമെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ചെയ്ത ഇതൊരു ഡീപ്പ് സബ്ജക്റ്റാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. ചായ എങ്ങനെ ഉണ്ടാക്കണേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം ആദ്യം പാലിടുക, പഞ്ചസാര ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ ബിരിയാണി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എലാബറേറ്റ് സാധനം. അതേപോലെയാണ് ചില ടോപ്പിക്സ്, അത് നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. സോ അതിനാണ് ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ചിലപ്പോൾ ഒരു 1 hour ഉണ്ടാവും, 1.5 hours ഉണ്ടാവും. പോഡ്കാസ്റ്റിന് ഞാൻ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെക്കുന്നില്ല. ബിക്കോസ് സബ്ജക്റ്റ് ഏറ്റവും ഈസി ആയിട്ടും സിമ്പിളായിട്ടും എനിക്കും, ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ അത് എനിക്കും കൂടി ഞാൻ പിന്നെ എന്നെയും കൂടെയാണ് ഞാൻ പിന്നെയും അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എനിക്കും കൂടി കൂടുതൽ ക്ലാരിറ്റി വരും. ചില മാത്സ് ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ പറയില്ലേ,
ഞാൻ പഠിപ്പിച്ചാണ് ഇത് കൂടുതൽ മനസ്സിലാക്കിയത് എന്ന് പറയും. അതേപോലെ നിങ്ങളുടെ കൂടെ ഈ പോഡ്കാസ്റ്റിലൂടെ ഐ വുഡ് ലൈക്ക് ടു എന്താ പറയുക, ആ ഒരു സെയിം ടോപ്പിക്സ് എനിക്ക് കൂടുതൽ മനസ്സിലാക്കണം, നമുക്ക് ഒരുമിച്ച് പഠിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾക്ക് കമൻസിലൂടെയൊക്കെ യു ക്യാൻ ഓൾസോ ടെൽ മീ റെഫറൻസസ്. സോ ഐ തിങ്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ഏറ്റവും two things: visualize ചെയ്യണം, another thing is you need to believe that you already have it. Present tense ൽ thank you എന്ന് പറയും. Like you should feel gratitude, like thank you so much, I already have these things. So നിലു വരുന്നതിന് മുമ്പ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, താങ്ക് യു, ഇത്രയും നല്ലൊരു വാവിനെ തന്നതിനൊക്കെ വേണ്ടി താങ്ക് യു പറയുമായിരുന്നു ഞാൻ കുറേ, ഈവൻ ബിഫോർ ഐ ബിക്കെയിം പ്രഗ്നൻറ്റ്. ആൻഡ് വെൻ ഐ രാത്രി ഇരുന്നിട്ട് ഞങ്ങൾ താങ്ക് യു എന്ന് പറയാം, അതായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. സോ ഐ തിങ്ക് ഗ്രാറ്റിറ്റ്യൂഡ് is very important. Even after marriage ഞങ്ങൾ കട്ടിലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ട് we used to say thank you. ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും, എങ്കിലും നമ്മൾ അതിന് താങ്ക് യു പറയുമായിരുന്നു. ആൻഡ് നൗ തിങ്കിങ്, ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതെല്ലാം ആക്ച്വലി നമുക്ക് കിട്ടുന്നുണ്ട്. സോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്കത് ഡെലിവർ ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങളുടെ സ്ക്രീൻ സേവർ, നിങ്ങൾ സ്ഥിരം കാണുന്ന സാധനങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ. ചില ആൾക്കാർ സ്ക്രീൻ സേവർ ആയിട്ട് സ്കള്ളിൻ്റെ ഫോട്ടോ ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ഏജിൻ്റെ സമയത്ത്, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ സ്കൾ അല്ലെങ്കിൽ ഡാർക്ക് എനർജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ഒരു ഗോസ്റ്റിൻ്റെ ഫോട്ടോ ഒക്കെ ഇടുന്നവർ, ജസ്റ്റ് തിങ്ക് ഇത് നിങ്ങളുടെ സ്ഥിരം കാണുന്ന ഒരു സ്പേസ് ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് നിങ്ങൾ കൂടുതൽ കാണേണ്ടത്. സോ നിങ്ങളുടെ ഏറ്റവും പേഴ്സണൽ സ്പേസിൽ മേക്ക് ഷുവർ യുവർ സ്ക്രീൻ സേവർ ഇസ് ബ്യൂട്ടിഫുൾ. ഒരു കാര്യമുണ്ട്, നമ്മുടെ എഡിറ്ററിന്റെ സ്ക്രീൻ സേവറിന്റെ വാഷ്റൂം ശ്രദ്ധയുടേത് എന്തായിരുന്നു അറിയോ? കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവളുടെ അത് മസാല ദോശയായിരുന്നു. ബിക്കോസ് അവൾക്ക് അത് ഹോസ്റ്റലിൽ കിട്ടാത്ത സാധനം. അപ്പൊ അവള് മസാല ദോശ മാനിഫെസ്റ്റ് ചെയ്യും. ചാക്കോടെ ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഫൈറ്റ് ക്ലബാ? ശ്രീനിക്ക് നടി ഉറപ്പാണ്. എനിവേ ദാറ്റ് ഇസ് ദി ആൻസർ. ശ്രീനിക്ക് എന്താ തോന്നുന്നത് മാനിഫെസ്റ്റേഷനെ കുറിച്ച്? ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയാറില്ല, പക്ഷെ ഞാൻ എപ്പോഴും കുറെ ആഗ്രഹിക്കുന്നതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലും ഒന്നാണ് ഇവള് വാവ. ആൻഡ് ഞാനും എൻ്റെ ഉറങ്ങുന്ന സ്ഥലത്ത് ഓപ്പോസിറ്റിൽ നോക്കി ഒരു പേപ്പറിൽ ഒന്ന് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അത് പറയുന്നില്ല, പക്ഷെ അത് എനിക്ക് നടക്കുന്നുണ്ട് ആക്ച്വലി. നീ വായിക്കാറില്ലേ അത്? കല്യാണത്തിന്റെ ഐഡിയ തന്നെ ഞാൻ ഒരു 1.5-2 വർഷമായിട്ട് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. നന്നായി രാവിലെ എഴുന്നേറ്റ് അത് മുഴുവൻ വായിച്ചിട്ടാണ് ശ്രീനി പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. സോ നമ്മളുടെ വേർഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും നമ്മൾ ചുമ്മാ വേർഡ്സ് അല്ലേ എന്നൊക്കെ പറയും, എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള വേർഡല്ലേ എന്ന് പറയും. പക്ഷെ അത് നമ്മൾ കേൾക്കുന്നത് നമ്മളും നമ്മുടെ മനസ്സുമാണ് കേൾക്കുന്നത്. ആൻഡ് നമ്മുടെ മനസ്സ് അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. സോ നമ്മളുടെ മനസ്സ് എന്താണ് വിശ്വസിക്കേണ്ടത് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സിമ്പിൾ എക്സാമ്പിളിൽ ഞാൻ പറയാം. ഒരു സിമ്പിൾ ഒരു കഥ ഇപ്പം നിങ്ങൾ കേൾക്കുന്നവർക്ക് സിമ്പിൾ കഥയായിട്ട്, ഇപ്പം നിങ്ങളൊരു ഷിപ്പാണെന്ന് വിചാരിക്കുക. ഷിപ്പിന് ചുറ്റും എന്താ ഉള്ളത്? വെള്ളം. ഷിപ്പിന് ചുറ്റും വെള്ളമാണ്, പക്ഷെ ഷിപ്പിനകത്ത് വെള്ളമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഷിപ്പ് എന്ത് ചെയ്യുന്നു? വെള്ളത്തിൻ്റെ മുകളിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് എത്രയോ നമ്മൾ പോയി അന്ന് മറ്റേ നിങ്ങൾ കണ്ടില്ല ആ വ്ളോഗിൽ, നമ്മുടെ ആ ക്രൂസിൽ പോയി അത്രയും വലിയ ഷിപ്പ് പോലും വെള്ളത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ബിക്കോസ് ആ വെള്ളം അകത്ത് കയറാൻ ആ ഷിപ്പ് അനുവദിക്കുന്നില്ല. ആ ഷിപ്പ് സ്ട്രോങ് ആയതുകൊണ്ട്. ഇതേ ആ ഷിപ്പ് വീക്കാണ്, എവിടെയെങ്കിലും ഒരു ബ്രേക്കേജ് വന്നു, വെള്ളം ലീക്കായിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ഷിപ്പ് അങ്ങനെ മുങ്ങിപ്പോവും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരിക്കട്ടെ, ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവരായിരിക്കും നമ്മളെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിനെ കൊണ്ട് പറ്റില്ല, യു ആർ നോട്ട് ഗുഡ് ഇനഫ്. ചിലപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ കുറേ കേട്ട് നമ്മൾ വളർന്നിട്ടുണ്ടാവും. നമ്മുടെ ആണോ? അപ്പോൾ അങ്ങനത്തെ സമയത്ത് പോലും നമ്മൾ ഇമാജിൻ ചെയ്യണം, ഞാനൊരു ഷിപ്പാണ്, എൻ്റെ അകത്ത് ഇതൊന്നും ഞാൻ കേട്ടൂല, ഐ വിൽ ഫിൽ മൈ സെൽഫ് വിത്ത് ബ്യൂട്ടിഫുൾ തിങ്സ്. ആൻഡ് നിങ്ങളുടെ അകത്തുള്ളത് എന്ത് കയറണം എന്ത് കയറരുതെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം. സോ ദാറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഐ വാണ്ട് ടു ടെൽ യു ടു ജസ്റ്റ് മേക്ക് ഇറ്റ് ക്ലിയർ. ദ വേർഡ്സ് ആൻഡ് ദ ന്യൂസ് ആൻഡ് ദ തോട്ട്സ് എല്ലാം നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട്, അതെ ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിശ്വസിക്കും, അങ്ങനെയല്ല. ആര് പറഞ്ഞാലും ആദ്യം ഒന്ന് ചിന്തിക്കുക, ഇത് എനിക്ക് നല്ലതാണോ, ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങളത് മനസ്സിലെടുക്കാവൂ. അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങൾ കളയുക. ഓക്കെ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രീനി ചേട്ടനോടാണ്. ഓക്കെ, പേളി ചേച്ചി ഹാൻഡിൽ ചെയ്യാനാണോ അതോ മിലു ബേബി ഹാൻഡിൽ ചെയ്യാനാണോ ടഫ്? ഇവിടെയാണ്
ഏയ് പ്ലീസ് അങ്ങനെ പറയരുത്. ഒരു ഡൗട്ടില്ല, പേളിനെയാണ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ടഫ്. സത്യം. നിലു ഒക്കെ പറഞ്ഞാ കേൾക്കും. നീല് പറഞ്ഞാ കേൾക്കോ? ഞാൻ പറഞ്ഞാ കഷ്ടമുണ്ട്. കേൾക്കും. പക്ഷെ രണ്ടുപേരും ഏകദേശം സെയിം ആണ്. അതെ, ഞാൻ ശ്രീനി ഐ മീൻ നിലു ജനിച്ചപ്പോഴേ എനിക്ക് ഏകദേശം ഐഡിയ കിട്ടി ഇവൾ എങ്ങനെയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, ശ്രീനി ഓൾ ദി ബെസ്റ്റ്, എന്നെപ്പോലെ 2 പേരെ നീ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു. ഒന്നില്ലെങ്കിൽ ശ്രീനിയുടെ പോലത്തെ ഒരു ക്വയറ്റ് പാവം ക്യാരക്ടർ ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ആക്ച്വലി നോ, എന്നെപ്പോലെ തന്നെയാണ് നിലു. ആക്ച്വലി ഇപ്പം എൻ്റെ ബാല്യകാലമാണ് ഞാൻ അവളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം മമ്മി എപ്പോഴും പറയും ഇതൊന്നും അല്ല, ഇതിന് അപ്പുറമായിരുന്നു നീ എന്ന് പറയും. അപ്പം എനിക്ക് സമാധാനമുണ്ട്. അപ്പം എൻ്റെ അത്ര ഇല്ലല്ലോ, അത്ര കുറുമ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മമ്മിയും ഡാഡി അത് എപ്പോഴും പറയും, നിന്റെ അത്ര ഇല്ല, നിനക്ക് കുറച്ചും കൂടി കുറുമ്പ, ഇവക്ക് സ്നേഹമുണ്ട്. ഞാൻ പറയാം അപ്പം എനിക്ക് സ്നേഹമില്ലായിരുന്നു ചെറുപ്പത്തിൽ എന്നൊക്കെ ചോദിക്കും ഞാൻ. അപ്പോ പേളിയാണ് ടഫ്. ഓക്കെ, ഹായ് നില, പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടോ? പ്രീ സ്കൂൾ പ്ലാനിങ് എങ്ങനെയാ? ഇൻ വിച്ച് ഏജ് ആൻഡ് ഓൾ? ഇല്ല, ഞങ്ങള് പ്ലേ സ്കൂളിൽ പോണം. ഏ ബേബി, നിലുവിന് സ്കൂളിൽ പോണോ? വേണ്ടെന്ന് മനസ്സിലായല്ലോ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ, അവൾക്ക് പോണ്ട. സോ നിലുവിനെ ഞങ്ങൾ സ്കൂളിൽ ഒരു 3 ഒക്കെ ആവുമ്പോൾ ചേർക്കാനാ പ്ലാൻ. ഐഡിയ 2 വയസ്സ് തൊട്ട് പേളി ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കൂളിൽ ചേർക്കട്ടെ പേളി ചോദിച്ചാൽ ഇല്ല, കുറച്ച് ദിവസം എനിക്ക് എന്തോ അവളെ മിസ് ചെയ്യുന്നു തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂട കേട്ടോ. ഒരു 2.5 വയസ്സാവും. എപ്പോഴും ഞാൻ ഇവള് കുറുമ്പ് കാണിക്കുമ്പോൾ ഇവളെ എപ്പോൾ പോയി എവിടെയെങ്കിലും പ്ലേ സ്കൂളിൽ ചേർത്താലോ അത്, പിന്നെ കുറച്ചിടെ ആയിരിക്കും വേണ്ട, എനിക്ക് ബോറടിക്കില്ലെന്ന് പറയും. പക്ഷേ ആക്ച്വലി ഒരു 3 years ഒക്കെയാണ് എൻ്റെ പ്ലാൻ. ഐ ഡോണ്ട് നോ, അതിന് മുമ്പ് പ്ലേ സ്കൂളിൽ ചേർക്കണോ അങ്ങനെ ഞങ്ങളിപ്പോൾ ആലോചിച്ചില്ല. ബിക്കോസ് അവളിപ്പം ഓൾറെഡി ഞങ്ങളുടെ കൂടെ കുറേ ലേണിംഗ് ഒക്കെ അവൾ പെട്ടെന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവൾക്ക് കുറച്ച് 2-3 ബുക്സ് ഒക്കെ ഉണ്ട്. സോ ഐ ട്രൈ ടു ടീച്ച് ഹർ. ആൻഡ് ഐ തിങ്ക് ഈ ഒരു ഏജിൽ മാക്സിമം എൻ്റെ കൂടെ ഇരുത്തിയാൽ ശ്രീനിയുടെ കൂടെ ഒക്കെ ഇരുന്നാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ഐ ഡോണ്ട് നോ. അതെ അതെ, ബിക്കോസ് ഈ സ്കൂളിൽ വിടാൻ തുടങ്ങി രാവിലെ നമ്മൾ എഴുന്നേൽക്കണം. അതൊക്കെയാണ് എൻ്റെ ഒരു രാവിലെ എഴുന്നേൽക്കണം, ഇവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, രാത്രി വേഗം. എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലവർ കുറച്ചുകൂടി വലിയ പിള്ളേരുള്ളവർ പറയും അവർ 10 മണിക്ക്, സോഹയൊക്കെ 10 മണിക്ക് ഉറങ്ങും. ഞാൻ പറയും എടി നീ 10 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട്, ഞാൻ പറയും മതി ഇനി ഒന്നും നീ പറയണ്ട. എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ടെൻഷൻ. അത് പിന്നെ വൺസ് ദേ സ്റ്റാർട്ട് ഗോയിങ് ടു സ്കൂൾ പിന്നെ അതൊരു അങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുമല്ലോ. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ട് ചേർക്കാൻ വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഷീ ഈസ് ബിസി. എന്താ പറയുക, ഇപ്പം ആലുവയിൽ പോകുന്നു, അവിടെ അപ്പാപ്പ അമ്മാമ്മ ഇപ്പം ഞങ്ങളുടെ കൂടെ കറങ്ങി നടക്കുന്നു. അപ്പം ഐ തോട്ട് കുറച്ചും കൂടി അവൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കട്ടെ. പ്ലേ സ്കൂൾ എപ്പോൾ വേണമെങ്കിലും വിടാം, പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ വിടണം വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ചിലപ്പോൾ നാളെ വിടുമായിരിക്കും, പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഡിസിഷൻ ഒന്നുമില്ല. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. പ്ലീസ് സജസ്റ്റ് സം ഗുഡ് ബുക്സ് ഫോർ മോട്ടിവേഷൻ ആൻഡ് ഹാപ്പിനെസ്. ഇപ്പോൾ ഇത് നീ തന്നെ പറയണം, ഞാൻ ഒന്നും ബുക്ക് വായിക്കാറില്ല. ഞാൻ ആക്ച്വലി ബുക്കിനേലും കൂടുതൽ ഇപ്പോൾ ഞാൻ ചില ആൾക്കാരുടെ സ്പീച്ചുകളാണ് കേൾക്കുന്നത്. ആൻഡ് ഓഡിയോ പോഡ്കാസ്റ്റുകൾ ഒക്കെയാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ കേൾക്കുന്നത്. ദാറ്റ്സ് ബിക്കോസ് അതാണ് എനിക്കിപ്പോൾ മോർ പ്രാക്ടിക്കലായിട്ട് തോന്നുന്നത്. എസ്പെഷ്യലി കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചില പോഡ്കാസ്റ്റുകൾ, ഇൻ്റർവ്യൂസ്, പിന്നെ ഡോക്ടർ ജോ ഡിസ്പെൻസ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, പിന്നെ 2-3 ആൾക്കാരുണ്ട് ലൈക്ക്. പക്ഷെ അവർ ഭയങ്കര ഡീപ്പായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ പറയുന്നത്. കുറച്ചും കൂടി സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ യു ക്യാൻ ജയ് ഷെട്ടി ഈസ് ഗുഡ്, ഹിസ് ബുക്സ് ആർ നൈസ്. പിന്നെ ഏറ്റവും ഓൾഡസ്റ്റ് എൻ്റെ കയ്യിലുള്ളത് ആന്റണി റോബിൻസ് ഈസ് ഗുഡ്. പിന്നെ അങ്ങനെ ബുക്സ് ആയിട്ട് ഞാൻ സത്യം പറയല, ഐ എം നോട്ട് ലൈക്ക് സംബഡി ഹു റീഡ്സ് എ ലോട്ട്, ബട്ട് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഡോക്ടർ മർഫിയുടെ ഒരു ബുക്കുണ്ട്. ദാറ്റ്സ് വൺ ബുക്ക് ദറ്റ് എനിക്ക് വർഷങ്ങളായിട്ട് ഐ ബിൻ കീപ്പിംഗ് ഇറ്റ് വിത്ത് മീ. എന്തെങ്കിലും ഒരു ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാനതൊന്ന് തിരിച്ചും മറിച്ചും എന്നെ തന്നെ റിമൈൻഡ് ചെയ്യാൻ നോക്കും. പക്ഷേ മോർ ദൻ ദാറ്റ് എനിക്കിപ്പം വീഡിയോസ് കാണുന്നത് പോഡ്കാസ്റ്റുകളാണ് വിത്ത് ഓഡിയോ. വെൻ യു ക്യാൻ സീ ദെം ആൻഡ് വെൻ യു ക്യാൻ ഹിയർ ദെം, അവരുടെ ഫീലിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അതാണ് എന്നെ കൂടുതൽ ഇപ്പം ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹലോ, ഐ സ്ട്രൈവ് വെരി ഹാർഡ് ഫോർ മൈ ഡ്രീം ജോബ് ആൻഡ് ഐ അച്ചീവ്ഡ് ഇറ്റ്, ബട്ട് ദി തിങ് ഈസ് ദാറ്റ് പീപ്പിൾ ആർ criticizing my work so hard and keep on injecting the thought I'm not good for my work. I'm so confused every morning and ended up skipping my work. How can I
overcome all these? നീ ഒന്നുകൂടി വായിച്ചു. ഓക്കെ, ഭയങ്കര കഷ്ടപ്പെട്ട് ഒരു ഡ്രീം ജോബ് ഈ കുട്ടി അച്ചീവ് ചെയ്തു. പക്ഷേ ദ തിങ് ഈസ്, ആൾക്കാർ ഈ കുട്ടിയുടെ വർക്കിനെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു ആൻഡ് ഇൻജെക്റ്റിംഗ് നെഗറ്റീവ് തോട്ട്സ്. അതായത് ഷീ ഈസ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ് ജോബ് എന്ന് അവളെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയോ. അതുകൊണ്ട് തന്നെ ആ കൊച്ചു ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. രാവിലെ അതുകൊണ്ട് ആ കൊച്ചിന് വർക്കിന് പോകാനുള്ള മൂഡ് പോലും ഇല്ല. സംടൈംസ് ലീവൊക്കെ എടുത്ത് സ്കിപ്പിംഗ് ദ ജോബ്. ഹൗ ക്യാൻ ഐ ഓവർകം? ഇത് കുറച്ച് വേഗാണ്, ബിക്കോസ് ഇത് എങ്ങനത്തെ ജോബാണെന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇത് ഒരു കമ്പനിയിലാണോ വർക്ക് ചെയ്യുന്നത്, അതോ സ്വയമായിട്ട് തുടങ്ങിയ ഒരു സംരംഭം വല്ലതും ആണോ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, യു മൈറ്റ് ബി മേക്കിംഗ് സംതിങ്, ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, ഒരു പടം വരച്ചിട്ട് അതും ഇപ്പോൾ കുറേ പേര് എല്ലാ ടൈപ്പ് ഓഫ് ജോബ്സ് ഇപ്പം ഓൺലൈനിലെ ആൾക്കാർ അവരുടെ ടാലൻറ്റ് ദി ആർ പുട്ടിങ് ഇറ്റ് ഔട്ട് ദെയർ അല്ലേ. അപ്പോൾ എങ്ങനത്തെ വർക്കാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം എനി വേ ഞാനൊരു ജനറലായിട്ടൊരു എനിക്കൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ആ ഷിപ്പിൻ്റെ ആ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പം വേറെ ആരും അതിൽ വിശ്വസിച്ചു എന്നിരിക്കില്ല. നാളെ ഈ ഡ്രീം വർക്കൗട്ട് ആവുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ തന്നെ കൂടെ വന്ന് നിൽക്കും. അവർ പറയും അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് പറയും. മനസ്സിലായോ? സോ ഇവരുടെ ഈ എനർജിയിൽ ഇന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മേ ബി ഈ ഡ്രീം ജോബ് നിങ്ങൾ വിട്ടിട്ട് പോവും. ചിലപ്പം അവർക്കിഷ്ടമുള്ള അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജോലിക്ക് പിന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. സോ ആർക്ക് വേണ്ടി ജീവിക്കണം എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കൂ. നിങ്ങളുടെ ഡ്രീമാണ് നിങ്ങളെ ഹാപ്പി ആക്കുന്നതെങ്കിൽ ആ ജോബ് നിങ്ങൾ ചെയ്യും. ബിക്കോസ് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെടണ്ടെന്നാണ്. സോ ഇഷ്ടപ്പെട്ട ജോലി തന്നെ നിങ്ങൾ മാക്സിമം ചെയ്യൂ. ബിക്കോസ് ഡ്രീം ജോബ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പലർക്കും ഒരു പ്രിവിലേജാണ്. എല്ലാവർക്കും പറ്റാറില്ല അത്. മനസ്സിലായില്ലേ? അപ്പം അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കിട്ടുമ്പോൾ ഐ തിങ്ക് യു ഷുഡ് വാല്യൂ ദാറ്റ്. ആൻഡ് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. അപ്പോൾ അത് കിട്ടിയ ഓപ്പർച്യൂണിറ്റി കളയാണ്ട് മാക്സിമം ആ ഒരു ഡ്രീം ജോബ് ഇഫ് യു ആർ മേക്കിംഗ് മണി ആൻഡ് ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് അത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മേക്ക് ഷുവർ യു കീപ് ഗോയിങ് ഫോർവേഡ്. മറ്റുള്ളവർ പറയുമ്പോൾ അത് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. അങ്ങനത്തെ കോൺവെർസേഷൻസ് വേണ്ടെന്ന് പറയുക. അവരെ മാക്സിമം കുറച്ച് മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് ഫോക്കസ് ഓൺ യുവർ സെൽഫ്. അതേ ഞാൻ പറയുള്ളൂ. Super. What do you both do on a non-working day? ഉറങ്ങുക. നല്ലപോലെ AC ഒക്കെ ഇട്ടിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുക. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഇവള് ഉറങ്ങുന്നില്ല. ഇന്ന് എൻ്റെ ഇപ്പം ഞങ്ങൾ ദുബായിൽ പോയിട്ട് വന്നപ്പം ഇവള് മിണ്ടാണ്ട് കാറിലിരിക്കാൻ വേണ്ടി എവിടെ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു സൈൻ ബോർഡിലോ ഏതെങ്കിലും ഒരു ബോർഡിൽ ഉണ്ടെങ്കിൽ അവളത് തൊടണം. ഇന്ന് ഞാനൊന്ന് ഉറങ്ങാൻ ശ്രമിച്ചാണ്. എന്താ പറ്റി? നിലു നിന്നെ കുറിച്ചാണ്. നീ ഇവിടെ വന്നേ, ഞാൻ മമ്മി പറയട്ടെ, ഇങ്ങോട്ട് വാ മാമി. എന്നിട്ട് ഇവളെന്താ ചെയ്യുന്നതെന്നറിയോ? ഞാൻ തിരിഞ്ഞ് കിടക്കാണ്. എൻ്റെ ബാക്കില് എൻ്റെ ഒരു ടീഷർട്ടിലല്ല, എൻ്റെ മുടി ചുരുണ്ട് എൻ്റെ തലയിൽ പോലെ ഇരിക്കണു. എന്നിട്ട് ആ ഓനെ പിടിച്ച് വലിക്കുക. എന്തൊരു വേദനയായിരുന്നു അറിയോ? എൻ്റെ മുടി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ദേഷ്യം, എനിക്ക് ഉറങ്ങണം. ഞാൻ ശ്രീനി എടുത്തോണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് എന്റെ മുടി ഒരു പിന്നെ എന്തിനാ ഞാൻ കറങ്ങിയത്? എനിക്ക് നല്ല വേദന എടുത്തു. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കണം എന്നെ അങ്ങനെ എണീപ്പിച്ച്. അപ്പം ഇനിയിപ്പോ ഉറങ്ങാൻ പറ്റുമോന്ന് അറിയില്ല. പക്ഷെ അതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഓൺ എ ഫ്രീ ഡേ. വി ലൈക്ക് ടു വാച്ച് മൂവീസ്, എവിടെയെങ്കിലും സിനിമയ്ക്ക് പോവുക, കുക്കിംഗ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുക. ഞങ്ങൾക്ക് അങ്ങനെ പൊതുവേ ലൈക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പുറത്തു പോവാൻ. പക്ഷെ ഇപ്പൊ പുറത്തു പോകുമ്പോ എന്താ ഒന്നില്ലെങ്കിൽ സിനിമ, അല്ലാണ്ട് എന്താ ചെയ്യാനുള്ള? പുറത്തു പോയി കഴിക്കുക, സിനിമ, അങ്ങനെയുള്ളൂ. പിന്നെ ബീച്ചിൽ പോവും, വൈപ്പിൻ ബീച്ചിൽ പോവും. യെസ്. പിന്നെ ഞങ്ങളുടെ ചില സ്ഥലങ്ങളുണ്ടല്ലോ, ഈ മുളക് ബജ്ജി കഴിക്കാൻ പോവാ. ഇവിടെ പനമ്പള്ളിയില് എൻഡില് പാസ്പോർട്ട് ഓഫീസിന്റെ ഓപ്പോസിറ്റില് ഒരു തമിഴ് ചേട്ടൻ, ഒരു അങ്കിളും ആൻറ്റി, അവരുടെ ബജ്ജി, പിന്നെ പാനിപ്പൂരി കഴിക്കുക. പിന്നെ അങ്ങനെ ഫുഡാണ് പിന്നെ മെയിൻ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നാസി ആൻഡ് മീ എവിടെയെങ്കിലും പോയി കഴിക്കുക. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെല്ലാവരും. പിന്നെ ആസ് ലോങ് ആസ് ഞങ്ങൾ ഒരുമിച്ചാണെങ്കിൽ പിന്നെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുക. ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് വരും, അല്ലെങ്കിൽ അവരുടെ അവിടെ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ പോവുക, അല്ലെങ്കിൽ ചുമ്മാ കറങ്ങി നടക്കുക, കാറിൽ ഡ്രൈവിന് പോവുക. ഇതൊക്കെയാണ്. അടുത്തത്
can you share one of the most unforgettable fan moment? അൺഫർഗറ്റബിൾ ഫാൻ മൊമെന്റ്. ശ്രീനി പറ. ഇല്ല, നീ പറ. ശ്രീനി ആദ്യം തുടങ്ങിക്കോ. എനിക്ക് നിന്റെ ശ്രീനി പറ. ശ്രീനിയാണ് ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഫാൻ മൊമെന്റ് എൻ്റെ ആദ്യത്തെ സീരിയൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് എപ്പിസോഡൊക്കെ കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ വരുമ്പോൾ ഒരു കൂട്ടം സ്കൂള് കോളേജ് കുട്ടികൾ യൂണിഫോമിലായിരുന്നു, സ്കൂളായിരിക്കും അല്ലേ, വന്നിട്ട് സെൽഫി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഫാൻ മൊമെന്റ്. അപ്പോൾ അവരൊക്കെ വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ സൂപ്പർ ആണല്ലോ ഈ ലൈഫ്. ശ്രീനി ആക്ച്വലി ആ സമയത്ത് ചെന്നൈയിൽ നിന്ന് വരികയാണ് ഷൂട്ടിന് വന്നിട്ട് തിരിച്ചു പോകും. അതേ ആ സീരിയൽ ടെലികാസ്റ്റ് ആവേണ്ട മുന്നേ ഞാൻ അതേ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പോകുമ്പോൾ ബാഗ് മാറ്റി ഞാൻ ഷൂട്ടിങ്ങിന് പോയി. അപ്പോൾ ഒന്ന് ആരും എന്നെ നോക്കിയില്ല, അറിയത്തില്ല എല്ലാവർക്കും. പക്ഷെ എപ്പിസോഡ് ടെലികാസ്റ്റ് ആയി 1 വീക്കിൽ ഞാൻ തിരിച്ച് റിട്ടേൺ ടു ചെന്നൈ പോകുമ്പോൾ അവിടെ ഫുൾ അങ്ങോട്ട് മാറി. അത് ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റാണ്. എനിക്ക് ആക്ച്വലി ദുബായിൽ വെച്ചിട്ട് ഒരു ഇനോഗ്രേഷന് ഞാൻ പോയപ്പോൾ ഒരു ചെറിയൊരു പയ്യൻ, ലൈക്ക് മെലിഞ്ഞ് തിൻ ഗൈ, മസ്റ്റ് ബി ലൈക്ക് സം, എന്താ പറയുക, എനിക്ക് ഓർമ്മയുള്ളത് അവന് കുറേ മുടിയുണ്ട്, പക്ഷേ ഈസ് വെരി തിൻ. അപ്പോൾ എൻ്റെ പോലെ മുടിയുണ്ട് അവൻ. അപ്പോൾ അതൊക്കെയായിരിക്കും എന്നെ ഇഷ്ടപ്പെടാൻ കാരണം. അവൻ ആ ഇനോഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നു, ഓർഗനൈസ് ചെയ്ത ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ് എന്നെ മീറ്റ് ചെയ്യണമെന്നായിട്ട്. അപ്പോൾ ഞാൻ ഓക്കെ, ദിസ് ഇസ് ലോങ് ബാക്ക്, അറൗണ്ട് 2016-15 ആണെന്ന് തോന്നുന്നു, ഐ ഡോണ്ട് റിമെമ്പർ ദി ഇയർ. അന്ന് ബിയാനൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ആ പയ്യനെ മാത്രം എനിക്ക് മനസ്സിലായി, ഹി വാണ്ട്സ് ടു ടോക്ക് ടു മീ എന്നിങ്ങനെ പറയുന്നുണ്ട്. സോ ഞാൻ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് അഗൈൻ ഞങ്ങൾ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കോഫി കുടിക്കാനിരുന്നപ്പം ദേ ആസ്ക് മീ ലൈക്ക് കെൻ വി സെൻഡ് ഹിം ഇൻ, ബിക്കോസ് അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആഫ്റ്റർ ദി ഇവൻറ്റ്. അപ്പോൾ ഹി കെയിം ആൻഡ് ഹി സെഡ്, പേൾ ചേച്ചി ഞാൻ ഭയങ്കര ഫാനാണ്. അവനിങ്ങനെ വിറയ്ക്കുമായിരുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇതായി, യു ലൈക്ക് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ആൻഡ് ദെൻ അവൻ എൻ്റെ ഫോൺ എടുത്തു ആൻഡ് ഹി ഷോഡ് മീ വീഡിയോസ് ഓഫ് മൈ ഫസ്റ്റ് എപ്പിസോഡ്. അതായത് ഞാൻ ടേസ്റ്റ് ഓഫ് കേരള ചെയ്ത ആദ്യത്തെ എപ്പിസോഡ് തൊട്ട്, ടേസ്റ്റ് ഓഫ് കേരള ഞാൻ അറൗണ്ട് 50 എപ്പിസോഡ് ചെയ്ത്, അത് യെസ് ജുക്ക് ബോക്സിൽ ഞാൻ ചെയ്ത 250 എപ്പിസോഡ്, ടി ഫോർ ഡാൻസ്, അതിൻ്റെ ഇടയിൽ സിനിമാ കമ്പനി, അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്ത എല്ലാ ഷോസിൻ്റെയും എപ്പിസോഡുകൾ മുഴുവൻ അവൻ ഡൗൺലോഡ് ചെയ്ത് അവൻ്റെ ഫോണിൽ. ആൻഡ് ഹീസ് അന്നൊക്കെ ഐ തിങ്ക് മെമ്മറി കാർഡ്സ് അല്ലേ, ആൻഡ് ഹീ ഷോയിങ് മീ ലൈക്ക് മെമ്മറി കാർഡ്സ് ആൻഡ് ദെൻ ഹി ഹാസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോട്ടോസ്, ലൈക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇൻ്റർനെറ്റിലൊക്കെ വരുന്ന ഫോട്ടോസ് എല്ലാം അവൻ്റെ കയ്യിൽ കളക്ഷൻ. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ടു ടെൽ. എൻ്റെ കയ്യിൽ പോലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പം ഞാൻ കരയാണ്, എൻ്റെ കണ്ണിന്നൊക്കെ വെള്ളം വരുവാണ്. എന്നിട്ട് ബിയാൻ പറയണു, പേളി ലൈക്ക് സേ സംതിങ്. ഐ സെഡ് ക്യാൻ ഐ ഹഗ് യു. ഞാൻ അവനെ ഹഗ് ചെയ്യുമ്പോൾ പോലും അവൻ എന്നെ തൊടുന്നില്ല. അവൻ അത്രയ്ക്ക് എന്നോടൊരു ലവ് കാരണമായിരിക്കും അവൻ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച്. അപ്പോൾ എനിക്ക് ഹഗ് ചെയ്യണം ഇവനെ, എന്ത് ലൈക്ക് ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഇവനെ ദത്തെടുക്കാൻ തോന്നുമായിരുന്നു, ബിക്കോസ് സച്ച് എ ക്യൂട്ട് പേഴ്സൺ. എന്നിട്ട് ഞാൻ അന്ന് ഒരു മാല ഇട്ടിരുന്നു, ഒരു അപ്പൂപ്പൻ താടി എൻ്റെ മാലയിൽ ഒരു ലോക്കറ്റായിട്ട് അതിനകത്തുള്ളൊരു മാല. ഞാൻ ആ മാല അവന് ഊരി ഐ ഗേവ് ഹിം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ നെവർ സോ ഹിം. പക്ഷെ ഐ ഹേർഡ് ദറ്റ് ഹി വാസ് വർക്കിംഗ് ഇൻ എ സലൂൺ. ദുബായിൽ ഒരു സലൂണിൽ വർക്ക് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അതിന് ശേഷം പക്ഷെ എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ള ഒരു മറക്കാൻ പറ്റാത്ത കുറേ മൊമെൻറ്റ്സിൽ ഇതൊരു ഭയങ്കര ഒരു മൊമെൻറ്റ്. അതായത് ഇത്രയും ഫോട്ടോസ് അവൻ്റെ പേഴ്സിനകത്ത് നിന്ന് ഇങ്ങനെ സിം കാർഡ്സ് എടുക്കുക, ഈ സിം കാർഡിൽ അതുകൊണ്ട് ഐ ആം ലൈക്ക് ഐ യു സീരിയസ്, ലൈക്ക് യുനോ ഗിവ് ഇറ്റ് ടു മീ. ലൈക്ക് എൻ്റെ കയ്യിൽ പോലും ഇല്ല. ടേസ്റ്റ് ഓഫ് കേരളയുടെയൊക്കെ എപ്പിസോഡ് എനിക്ക് അറിയത്തില്ല എവിടെയാണ്. സോ യാ, അങ്ങനത്തെ ഒരു ഫാൻ മൊമെൻറ്റ്. ഗൈസ്, നിലു പിങ്ക് ബോട്ട് വരച്ചു. പിങ്ക് ബോട്ട് ഇതെങ്ങനെയാണെന്ന് അറിയാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ചൂസ് ചെയ്യാം, എന്നിട്ട് നമുക്കിങ്ങനെ കളർ ചെയ്യാം. ടിങ്കിടി ടിങ് ഡിങ്കിടി ടിങ്, കണ്ടോ? ഇതാണ് ഇപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് ഒരു സാധനമാണിത്. ആ ഓക്കെ, അപ്പോൾ ഇതിലാണ് കുറേ നേരമായിട്ട് ഇരിക്കുന്നത്. സ്കൂളിൽ പോകണ്ടേ നിലു? സ്കൂളിൽ പോകണം. നിലു ഒരു പാട്ട് പാടിക്കും മമ്മിക്ക്. ഒരു പാട്ട് പാടി ഐപാഡ് തരാം. ഹാപ്പി ബർത്ത്ഡേ. കൊച്ചു പൂമ്പാറ്റി പാടിക്ക്. നിലുവിന് പറ്റിയൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ, എന്തായിരുന്നു അത്?
Pearly Chechi and Srini Chetan are a big inspiration to all couples as well as to all parents. Thank you so much for making us happy and bringing a smile on our faces every time we see your videos. My question is to both of you, will you support Nila if she finds someone like Srini Chetan and starts loving him just like her parents' love story in Big Boss? പേളിക്കാണ് ഈ ചോദ്യം. നിലു ആരെ ലവ് ചെയ്താലും അത് നിലുവിൻ്റെ ലൈഫാണ്. നിലു ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചോട്ടെ. നിലു അന്നൊക്കെ എന്താണ് പ്ലാൻ ചെയ്യണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ഇഫ് ഷീ സേസ് നീ കല്യാണമേ വേണ്ട ട്രാവൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതും ഓക്കെ. ഇഫ് ഷി വാണ്ട്സ് ടു മാരി അതും ഓക്കെ. എന്താണെങ്കിലും ഷീ ക്യാൻ ഡു. ഇറ്റ്സ് ഹെർ ലൈഫ്, ഷീ ക്യാൻ എൻജോയ് എന്നൊക്കെ ഞാൻ പറയാം. അന്ന് കിടന്ന് കരയണത് ഞാൻ മാത്രമേ. എൻ്റെ മോളെ കല്യാണം വേണ്ടെന്ന് പറയും ചിലപ്പോൾ പറയായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, പ്രായമാകുമ്പോൾ നമ്മുടെ സ്വഭാവമൊക്കെ മാറിയാലോ. ഇപ്പൊ ഞാൻ പറയാം നമുക്ക് ഇഷ്ടം ചെയ്തോട്ടെ എന്നൊക്കെ പറയും. ഒരു അമ്മയുടെ രോദനം എന്തായിരിക്കും തരല്ലേ, അങ്ങനെയൊന്നും പറയല്ലോ കേട്ടോ. കേട്ടോ ഹലോ, അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ. ലൈക്ക് ഐ തിങ്ക് ടു സം എക്സ്റ്റെൻറ്റ് കുട്ടികൾക്ക് അവരുടെ ലൈഫ് ശരിക്കും അവർ നമ്മളിലൂടെ ഈ ലോകത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ. സോ വി ജസ്റ്റ് ഹാവ് ടു ഒബ്സർവ് ദെം ആൻഡ് ഗൈഡ് ദെം. അവർക്ക് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. എങ്ങനെ റോഡ് ക്രോസ് ചെയ്യണം, എങ്ങനെ ഡ്രൈവിംഗ് എന്തായാലും നമ്മൾ പഠിപ്പിക്കണം, ലൈസൻസ് എടുത്തു കൊടുക്കണം. അങ്ങനെ ബേസിക് സാധനങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ തനിയെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ. എന്നാ തനിയെ പല്ല് തേക്കാൻ പഠിക്കാൻ പോണത് മോള്? നാളെ പറ. എങ്ങനെ പല്ല് തേക്കുക? പല്ല് എങ്ങനെ തേക്കുക? പല്ല് എവിടെ? നില്ലുടെ പല്ല് എങ്ങനെ തേക്കുക? ഓക്കെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ നമുക്ക്? നിലു എല്ലാരോടും ബായ് പറഞ്ഞേ. നിലു എല്ലാരോടും ബായ് പറഞ്ഞു. ആരെ ഇത് എല്ലാരും അവിടെ ആരും ഇല്ലല്ലോ എന്നാണ്. ഓക്കെ ഇനി ഓക്കെ ഇവിടെ പതുക്കെ ഞാൻ പാർസൽ ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് കുറേയൊക്കെ ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് അടുത്ത കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ആൻഡ് ഐ ആം റിയലി വെയിറ്റിംഗ് ഫോർ ദ പോഡ്കാസ്റ്റ് ടു ബിഗിൻ. സോ നിങ്ങളുടെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോഡ്കാസ്റ്റിന് പറ്റിയൊരു പേര് ആൻഡ് ദ കൈൻഡ് ഓഫ് ടോപ്പിക്സ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ലിസൺ ടു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. Love yourself the way you are. Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 holy money show. Oh, oh. Believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearly Money Show.